നമസ്കാരം, ഞാൻ ആപ്പിൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കണ്ടേ. ഇത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. പണ്ട് നിങ്ങൾക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഒരു സമയത്ത് നമ്മളൊരു സാധനം ഇറക്കും, മറ്റവന്മാർ കോപ്പി അടിക്കും. ടച്ച് ഐ ഡി കൊണ്ടുവന്ന് ബാക്കിയുള്ളവർ കൊണ്ടുപോയി, നോച്ച് കൊണ്ടുവന്ന് അതും ബാക്കിയുള്ളവന്മാർ കൊണ്ടുപോയി. ഡിസൈൻ ചേഞ്ച് ഞാൻ കളിയാക്കുമായിരുന്നു. അയ്യോ, ചൈന കമ്പനി നമ്മുടെ ഡിസൈൻ അടിച്ച് മാറ്റണമെന്നൊക്കെ. കൊതിയാവണം അങ്ങനെ പറയാനായിട്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു മാറ്റവും നമ്മളുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. എസ്പെഷ്യലി പ്രോ എന്ന് പറയുന്ന മോഡൽ കേട്ടോ. ഈ വർഷം മറ്റേതിൽ ചെറുതായിട്ട് എന്തോ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പ്രോ വേരിയൻറ്റിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ 14, 15, 16 ഏറെക്കുറെയൊക്കെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അത് മാറ്റാം. മറ്റേ CID പ്രേം നസീർ ഇവിടെ ഒരു ഉണ്ണി വെച്ച് കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയാവുമെന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ പ്രാവശ്യം ഒരു ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിച്ച് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സാഡാണ് ഞാൻ. ഡിസൈൻ ടീമിനെ മിക്കവാറും പിരിച്ചു വിട്ടിട്ട് വേറെ ഏതെങ്കിലും പിള്ളേരെ ഇറക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവന്മാർ എന്തിനാണ് അവിടെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. വെറുതെ ഗെയിം കളിച്ച് അടക്കുകയാണെന്ന് തോന്നുന്നു വല്ല വിൻഡോസ് PC-യിലും. അവന്മാരവിടെ ജോലി എടുക്കണില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. ഫോർ ദ നെയിം സേക്ക് ഐ ആം ഗോയിങ് ടു അൺബോക്സ് iPhone 16 and 16 Pro Max. നിങ്ങൾ അൺബോക്സിങ് കണ്ടതാണ്. അപ്പോൾ iPhone ഫോബിയസ് ആണ് ഈ 2 ഫോണും നമുക്ക് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും അത് മേടിക്കണമെങ്കിൽ കൊച്ചിയിലും കാലിക്കട്ടും ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ പോകാം. അത്യാവശ്യം വില കുറഞ്ഞൊക്കെ അവന്മാർ സാധനം സെറ്റ് ചെയ്ത് തരും. സോ ഇത് രണ്ടുമാണ് മോഡൽ. ഇത് പച്ച കളറ്, ഇത് നമ്മുടെ അടുത്തൊരു ഡെസേർട്ട് ഡെസേർട്ട് ടൈറ്റേനിയം എന്ന് പറയുന്ന കളറാണ്. നമുക്കാദ്യം പ്രോ പൊളിക്കാമല്ലേ, ബിക്കോസ് എനിക്കിതിൽ പ്രതീക്ഷയാണ്. ഞാൻ പിന്നെ പറയാം. നമുക്കാദ്യം പ്രോ പൊളിക്കാം. ആകെ ഞാൻ പറഞ്ഞ പോലെ ഈ കളറ് നിങ്ങൾക്ക് ഈ ഫോണാണ് നിങ്ങൾ കൊണ്ട് നടക്കണത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഐഫോണാണ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെന്ന് അറിയിക്കണമെങ്കിൽ ഈ കളറും ആ ബട്ടണും കാണിക്കുക. ഏത് ഫോണാടാ യൂസ് ചെയ്യണം? ബട്ടൺ കണ്ടില്ലേടാ പുതിയ ഫോണാ എന്ന് പറയണം. എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇനി എന്താണെങ്കിലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു കേബിളും ഒരു സിം ജിക്റ്റിൻ്റെ ഉണ്ടായിരുന്ന മറ്റേ ആൾക്കാർ മറ്റേ നാട്ടുകാർ വണ്ടിയുടെ ബാക്കിലും പെട്ടിയിലൊക്കെ നിറച്ച് ഒട്ടിച്ചുകൊണ്ടിരുന്ന സ്റ്റിക്കർ വരെ എടുത്ത് കളഞ്ഞു. എൻവയോൺമെൻറ്റിനെ രക്ഷപ്പെടുത്താനാണെന്ന്. സ്റ്റീവ് ജോബ്സ് വല്ലതും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ടിം കുക്കിനെ എടുത്തിട്ട് ഇടിക്കണ വീഡിയോ അതിൽ ഐഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അവരെ യൂട്യൂബ് ചാനലിൽ ഇട്ടാണ് സീൻ നമുക്ക് കാണാമായിരുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാശുണ്ടാക്കുന്നുണ്ട് കേട്ടോ കമ്പനി, നന്നായിട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മാർക്കറ്റ് സ്റ്റഡിയിലൊക്കെ വെച്ച് നോക്കുമ്പം ഈ പ്രോ വേരിയൻ്റൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയ 16 16+ മതി. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടെന്ന് നാട്ടുകാർക്കൊരു ഫീലിംഗ്. അതുകൊണ്ടാണ് അതിലോട്ടൊരു ഫോക്കസ് പോകുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി പോയി. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഊരുക. ഇത് 256 GB വേരിയൻ്റ് ആണ് കേട്ടോ. അതേപോലെ അടുത്തൊരു കോമഡി, ഇതിൻ്റെ 128 GB സ്റ്റാർട്ടിങ്. 1,09,000 രൂപ എന്തോ ആണ്. 10,000 രൂപ നമ്മളെ നാട്ടിൽ കുറഞ്ഞിട്ടുണ്ട്. 128 GB. ഈ 2024 ഇപ്പോഴും ഈ നമ്മുടെ കമ്പനി 128 GB ഇറക്കണമുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെ ഗൂഗിൾ പിക്സലും ഉണ്ട് കേട്ടോ. എനിക്ക് അതാണ് ആകെ ഉള്ളൊരു ആശ്വാസം. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് പോയേനെ. നമ്മുടെ iCloud ഉണ്ടല്ലോ, 2 TB വാങ്ങിച്ചിടി, മാസം തോറും കാശ് കൊടുത്താൽ പോരെ, ഉള്ളവൻ വാങ്ങിച്ചാൽ മതി. ഇറ്റ്സ് അൺബോക്സ് കേസ് ഡെസേർട്ട് ടൈറ്റേനിയം. ഇത് തുറക്കൂലേ. സീമാക്കി ഹൗ ബ്യൂട്ടിഫുൾ ദ ഫോൺ ഈസ്. ഈ വർഷം വിൻറ്റേജ് എന്നുള്ളൊരു തീമാണ് നമ്മുടെ ഡിസൈൻ ടീം പിടിച്ചേക്കണമെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഇത് കണ്ടിട്ട് എനിക്ക് പഴയ റോസ് ഗോൾഡാണ് ഓർമ്മ വന്നത്. എന്തോടെ എനിക്കും അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ക്ലൂലെസ് ആണ്. ഞാൻ ബ്രൈഡഡ് കേബിളും സിമ്മ് കുത്തി ഇളകണ മെഷീനും മറ്റേ പിന്നും ആണ് പുസ്തകം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അകത്ത് സ്റ്റിക്കറില്ല. റെസ്റ്റ് ഇൻ പീസ് ആപ്പിൾ സ്റ്റിക്കർ. അതാണ് അൺബോക്സിങ്. പണ്ട് ചാർജർ, ഹെഡ്സെറ്റ്, അതൊക്കെ ഒരു കാലം. വലിയ ഫോണുകൾ താല്പര്യമില്ലാത്തവർക്ക് ഈ ചെറിയ 16 Pro എടുക്കാം. കഴിഞ്ഞ വർഷത്തെ 5X ഇല്ലേ, നമ്മൾ മറ്റേ 15 Pro Maxന് കൊടുത്ത 5X ഇതിലും വന്നിട്ടുണ്ട്. മറ്റേത് 3X ആയിരുന്നു. സോ റെസ്റ്റ് ഇൻ പീസ് 3X ടെലിഫോട്ടോ. നല്ലതായിരുന്നു. അത് മാറ്റണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കമ്പനി ടിം കുക്ക് അവരൊക്കെയാണ്. ഹോല, അമീഗോസ് എന്നൊക്കെ പറയും ഇപ്പം, അല്ലെങ്കിൽ നമസ്കാരം, അല്ലെങ്കിൽ അറബിയിലായിരിക്കും എഴുതി കാണിക്കണം. ചിലപ്പോൾ എന്തിനാണോ എന്തെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ മഹത്തായ ക്യാമറ ബട്ടൺ തന്നെ. ഇനി അതിനെ കൺട്രോള്, മറ്റേ നാവിഗേഷനൊന്നും ഒരുത്തന്മാർ ഇനി കമ്പനിയിലുള്ളവന്മാർ പറയേണ്ടത് ഇതൊരു ബട്ടനാണ്. ഇത് ഞെങ്ങും. അല്ല പിന്നെ അവൻ്റെയൊക്കെ കോണ. ഇതാണ് ഡെസേർട്ട് ടൈറ്റേനിയം എന്ന് പറയുന്ന ഫോണ് ഷെയ്ഡ്. ബാക്കിൽ ഗ്ലാസ്സാണ്, പൊട്ടും. തറയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ മറ്റേ സാധനവും പവർ ബട്ടനും, മണ്ടയിലൊന്നുമില്ല. മൂട്ടിൽ ചാർജ് കുത്താനുള്ള
സ്ഥലവും സ്പീക്കർ അറയും. ഹലോ നമസ്കാരം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഹലോ ഇതിനെ ഇനി സെറ്റ് ചെയ്യണം, ഇംഗ്ലീഷൊക്കെ കൊടുത്തിട്ട്. കാണാൻ പറ്റുന്ന പോലെ ബെസൽ വളരെ കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ലിമ്മസ്റ്റ് ബെസൽ ഓൺ എനി ഐഫോൺ ഓർ എനി ഫോൺ ഇൻ ദ വേൾഡ്. ഞാനൊന്ന് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് വരാം. പ്രതീക്ഷയുള്ള ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇPhone 16. ഇതിൽ പല പല കളേഴ്സൊക്കെ വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ള പോലെ ഇരിക്കുന്ന പച്ച, വെള്ള പോലെ ഇരിക്കുന്ന നീല, വെള്ള പോലെ ഇരിക്കുന്ന വെള്ള തുടങ്ങിയ കളേഴ്സ് തന്നെടുത്ത് അത്യാവശ്യം കോൺട്രാസ്റ്റ് കൂട്ടി ഒന്ന് കളർ അടിച്ചിട്ടുണ്ട്. ഇത് ടീലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉജാല മുക്കിയൊരു നീലയുണ്ട്, പിന്നെ കാണാൻ പൊളപ്പൻ ലുക്കുള്ളൊരു പിങ്ക് ഉണ്ട് കേട്ടോ. ഏറെക്കുറെ അത് നല്ലൊരു ഫോണാണ്. പിന്നെ വെള്ളയും കറുപ്പും. അപ്പോൾ ഇതിൽ എനിക്കിതും പിങ്കും ഉജാല മുക്കിയ നീല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഇതൊരു വളരെ വെറൈറ്റി കളറായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കാൻ പോകുന്നത് ഈ കളറാവാമെന്നാണ് സാധ്യത. സോ ഇത് 128 GB ആണ്. ഞാൻ പറഞ്ഞു പിന്നെ 60 Hz റിഫ്രഷ് റേറ്റും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തിനാണെങ്കിലും അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 15 വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ബോക്സ് കോണ്ടൻറ്റ് രണ്ട് സെയിം ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തിരിക്കണ വയറും മറ്റേ സിമ്മ് കുത്തി ഇളക്കണ സാധനം കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. സെയിം സാധനം, സെയിം പെട്ടിയാണ്. ജസ്റ്റ് ഫോൺ ഒരെണ്ണം മാറ്റി വെച്ചെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു കേബിളെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നു. ഇല്ല, അതിനുള്ള പൈസ ഇല്ലാത്ത കമ്പനിയാണ്, പിച്ച കമ്പനിയാണ് നമ്മളത്. കാശൊന്നുമില്ല, പാവപ്പെട്ട കമ്പനിയാണ്. ഗൈസ്, ഇതാണ് ടീല് കളറ്. നമ്മുടെ iPhone 16 ബേസ് വേരിയൻ്റാണ്, പ്ലസ് അല്ല. ഇവിടെ നമുക്ക് മറ്റേ ബട്ടൺ പറഞ്ഞുകൊണ്ട് ക്യാമറ ബട്ടൺ ഇവിടെ അല്ലല്ലേ, അപ്പോൾ ഇതെന്ന് തോന്നുന്നു സിം എജക്റ്റിംഗ് ആണല്ലേ. നമുക്കിവിടെ മറ്റേ ബട്ടൺ പറഞ്ഞുകൊണ്ട് പവർ ബട്ടൺ, പിന്നെ ആര്യ ബട്ട ഇവിടെ മറ്റേ പവർ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ, പിന്നെ റെസ്റ്റ് ഇൻ പീസ് മ്യൂട്ട് സ്വിച്ച്, വെൽക്കം ആക്ഷൻ ബട്ടൺ. എന്തിനാണെന്തോ, എന്തായാലും അവരിഷ്ടമല്ല, കമ്പനിയുടെ ഇഷ്ടം, ഞാൻ അപ്പോൾ ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഫോണിനൊരു ലുക്കുണ്ട് ഗൈസ്. നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ ഒരു പ്രീവിയസ് ജനറേഷൻ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഡിസൈൻ ചേഞ്ച് ആണെങ്കിലും ഒരു പുതുമ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസും ഒന്നുമില്ല. ബട്ട് ഇതിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് വരുമ്പോൾ ഇതിൽ കാണും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളെ മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ iPhone 15 അവൈലബിൾ ആണ്. iOS 18.1 എന്നാണ് അപ്ഡേറ്റ് കൂടെ അത് വരും. പിന്നെ കോൾ റെക്കോർഡിങ്ങും നിങ്ങൾക്ക് iPhone 15 അല്ലെങ്കിൽ ലോവർ ഡിവൈസസ് iOS 18.1 യൂസ് ചെയ്യുന്ന ഫോണുകളിൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചറും വരും. സോ ആരും അത് പേടിക്കേണ്ട. പുതിയ മറ്റേ കളർഫുൾ സിറിയൊക്കെ ഇല്ലേ, അത് വരില്ല. ഇത്രയുള്ള വിഷയം, വേറെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും ഈ ഫോൺ. നമ്മൾ തമ്മിലിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ കളറാണെങ്കിലും ഈ ക്യാമറയുടെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും ഇതൊക്കെയാണ് ഫോൺ. ഇതിൻ്റെ അകത്ത് A18 ചിപ്സെറ്റ് ആണ് വരുന്നത്. പിന്നെ 60 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ USB 2.0 ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഫയലൊക്കെ കോപ്പി ചെയ്യണമെങ്കിൽ, ഫോട്ടോയും വീഡിയോ ഒക്കെ കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ സ്ലോ ആയിട്ടേ കയറത്തുള്ളൂ. ഈ ആൻഡ്രോയിഡിലെ 120 Hz യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചാടുമ്പോൾ മാത്രമേ ആ ഒരു പ്രശ്നം വരുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊരു വിഷയമല്ല. വളരെ നല്ല കളർ. ഈ ഫോൺ ഒരുപാട് വിറ്റ് പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത്. ബാക്കി നമുക്ക് വരണടച്ച് വെച്ച് കാണാമില്ലേ. പിന്നെ മറ്റേ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് വന്ന് കൊല്ലും. അപ്പോൾ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. Good morning, ladies and gentlemen. Welcome to your favorite ladies and gentlemen, good morning. And iPhone 16 Pro Maxൻ്റെ അൺബോക്സിങ്ങും ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടേയിരിക്കും. അതേ സെയിം സാധനത്തിൻ്റെ ഒരു ചെറിയ വെർഷനാണിത്. ആൻഡ് ദിസ് ഈസ് ദ ഡെസേർട്ട് ടൈറ്റാനിയം, ദ ബ്രാൻഡ് ന്യൂ ഡെസേർട്ട് ടൈറ്റാനിയം കളർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പഴയ റോസ് ഗോൾഡിൻ്റെ ഒരു ഓർമ്മയിലോട്ട് നമ്മളെ ആപ്പിൾ തിരിച്ചു കൊണ്ടുപോകുന്നു ഗൈസ്. ഈ ഫോണിന് എവിടെയൊക്കെയോ ചെറിയതായിട്ടാണെങ്കിലും ഒരു ചേഞ്ച് വന്നതായിട്ട് എനിക്കൊരു ഫീൽ ഉണ്ട്. ആൻഡ് മോർ ഓവർ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ഫോണായിരിക്കും ഏറ്റവും കൂടുതൽ നാട്ടുകാർ മേടിക്കാൻ പോകുന്ന ഐഫോൺ ഓൾ അറൗണ്ട് ദ വേൾഡ്. ബിക്കോസ് ഇതല്ലെങ്കിൽ 16+. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കളേഴ്സ്, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ കളേഴ്സ് ഈ പ്രാവശ്യമുണ്ട്. ഇതുപോലെ ടീല്, പിങ്ക് കളർ നല്ല രസമുണ്ട് ഇൻ റിയൽ ലൈഫ് കാണാൻ. അതേപോലെ മറ്റേ ഉജാല മുക്കിയ നീല, കറുപ്പ്, വെള്ള തുടങ്ങിയ സാധനങ്ങൾ വെച്ചിട്ട് ഈ ഒരു ഫോണിന് നല്ല കളേഴ്സ് ഉണ്ട്. iPhone 10 ഒരു ഡിസൈൻ കോപ്പി ആണെങ്കിൽ പോലും നമുക്കൊരു പുതുമ തോന്നുന്ന ഡിസൈനുണ്ട്.
പിന്നെ ഐഫോൺ മലമറിച്ച മറ്റേ സാധനം ഉണ്ടല്ലേ, ഈ ബട്ടൺ നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്ന സാധനം, അത് ഇതിൻ്റെ അകത്തുണ്ട്. അവർ മറ്റേ പല ടൈപ്പ് ഓഫ് ഇതുണ്ട്, ടോണ്. അവരെ ഈ പ്രാവശ്യത്തിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ആപ്പിൾ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫിൽറ്റേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പുതിയൊരു ചിപ്സെറ്റാണ് പറഞ്ഞത്. ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 15 പ്രോയിലും പ്രോ മാക്സിലും വരുന്ന ചിപ്സെറ്റ് അല്ലേ, മറ്റേ A17 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റ്, അതിൻ്റെ ഏകദേശം പവർ നമുക്ക് ഇതിൽ കിട്ടും. സോ ഗെയിം കളിക്കാനാണെങ്കിലും ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഡിസ്പ്ലേ വന്ന് 60 Hz റിഫ്രഷ് റേറ്റ് 2024 128 GB മറ്റേ സാധനം, സ്റ്റോറേജ് സ്പേസ്, അതൊക്കെയാണ് വിഷയം. അത് ഇതിൽ മാത്രമല്ല, ഇതിലും ഉണ്ട്. 16 പ്രോയിലും 128 GB വേരിയൻ്റ് ഉണ്ട്. അത് ആപ്പിളിൻ്റെ മാത്രം പ്രശ്നമല്ല, ഗൂഗിളും ഇത് തന്നെയാണ് അവസ്ഥ. ഗൂഗിളിനൊക്കെ എന്തൊരു കഷ്ടമാണ്. ഈ അമേരിക്കൻ കമ്പനിയുടെ പ്രശ്നമാണ്. അവന്മാരെല്ലാവരും വരും, നാട്ടുകാരെല്ലാവരും ഡേറ്റ ക്ലൗഡിലാണല്ലോ, ആപ്പിൾ ക്ലൗഡിൽ നിന്ന് സ്റ്റോറേജ് മേടിക്കുന്ന കൊണ്ട് നമുക്ക് സ്റ്റോറേജ് കോഡ് കണ്ട എന്ന് പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതല്ലാതെ 2024 256 കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ 4K 120 FPS എന്ന് പറഞ്ഞ സാധനം എൻ്റെ അകത്തുണ്ട്. അതിൽ ഒരുപാട് ഒരു 5 മിനിറ്റ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സൈസ് കാണണം, കണ്ണ് കള്ളും. ആൻഡ് ഇതിനെ വരുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഗെയിൻ ഇവിടെയും ക്യാപ്ചർ ബട്ടൺ വരുന്നുണ്ട്. And we have a 120 Hz refresh rate over here, which we don't have. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചാടിയുണ്ടല്ലോ, കരയും. അത് വളരെ എവിഡൻ്റ് ആണ് കേട്ടോ. അത് വളരെ വളരെ എവിഡൻ്റ് ആണ്. ഇതിലെ ഈ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ഭയങ്കര എവിഡൻ്റ് ആണ്. നിങ്ങൾക്കത് ഇതിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ആൻഡ് USB 2.0 ആണ് ഇപ്പോഴും ഇത്രയും വില കൊടുത്തിട്ട്. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വല്ല ഡാറ്റ ട്രാൻസ്ഫറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉള്ള പ്രശ്നമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിലോട്ട് ഫോൺ കണക്റ്റ് ഒക്കെ ചെയ്യണമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആണ് ബെറ്റർ ഓപ്ഷൻ. 3.1 വരുന്നുണ്ട്. പിന്നെ ഇതിൽ പറ്റൂല. ഇതിൽ പ്രോറസ്സൊക്കെ ഉണ്ട് കേട്ടോ. 120 FPS പ്രോറസ്, പുതിയ ബാക്കിൽ കുറച്ച് പുതിയ മൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഓഡിയോ ക്ലിപ്പ്, ഇതൊരു ഓഡിയോ ഇപ്പോൾ എഡിറ്റ് പോയി കഴിഞ്ഞാൽ ഓഡിയോ മിക്സ് പല ടൈപ്പിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മളെ ക്യാമറയിൽ. പിന്നെ ക്യാമറയുടെ ഈ ബട്ടൺ എങ്ങനെയുണ്ടെന്ന് ഭയങ്കര പാടാണ് കേട്ടോ. ഒന്ന് എൻ്റെ ഇതിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ബാക്കി പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണം. തൊട്ട് പോയി ഒരു ക്ലിക്ക് ചെയ്താൽ ക്യാമറ വരും. ഒന്ന് പതുക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ ഓപ്ഷൻസിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഡബിൾ നമ്മൾ പതുക്കെ 2 പ്രാവശ്യം നിൽക്കിയാൽ ഈ ഒരു മെനു വരും. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ഓപ്ഷൻ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കണമെന്ന്. ഇപ്പോൾ ടോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടോൺ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ പോയാൽ ടോൺ വരും. ടോൺ നമുക്ക് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കും. ഇപ്പോൾ കണ്ടോ ഒരു എക്സ്പോഷർ, അതായത് ഇതൊരു ടൈപ്പ് ഓഫ് എക്സ്പോഷർ തന്നെയാണ്. നമുക്ക് ഹൈലൈറ്റ്സ് ഒക്കെ പതുക്കെ ഒന്ന് കുറച്ച് നല്ലൊരു കറുത്ത സെറ്റപ്പിലൊക്കെ നമ്മൾ ഇതിനനുസരിച്ച് ടോണൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുക. കുറേ ഫിൽറ്റേഴ്സ് ഈ പ്രാവശ്യം വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട്. ഉണ്ടോ, കറുത്ത നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ മോണോക്രോമിലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുക. ഇതുപോലത്തെ പല ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് ഈ പ്രാവശ്യം വരുന്നുണ്ട്. ഇതേ സെയിം സാധനം ഇതിൻ്റെ അകത്തും ഉണ്ട്. ആരും പേടിക്കേണ്ട. ഇതിലിപ്പോഴും ഇല്ലാത്തതെന്ന് പറയുന്നത് ഒരു 3x അല്ല 5x ഇല്ല. അവർക്ക് 3x ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അടുത്ത വർഷത്തെ iPhone 17 3x അവന്മാർ ഇതിൽ കൊടുക്കും. 120 Hz ഇതിൽ കൊടുക്കുക. അതാണ് അടുത്ത വർഷത്തെ ഫോണിൽ. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയണം, അടുത്ത വർഷം മിക്കവാറും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതിലൊരു 3x വരും എന്തായാലും. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡായിട്ട് 5x രണ്ടിനും വരുന്നതുകൊണ്ട് 3x ഇതിലോട്ട് തട്ടും. എന്നിട്ട് 120 Hz പ്രൊമോഷൻ അടുത്തതിൽ കൊടുക്കും. പിന്നെ ഒന്നെങ്കിൽ ആ ഒരു സാധനത്തിന് അവർ ഈ iPhone Air എന്നുള്ള പേര് ജല്ലപ്പേരിൽ വിളിച്ച് ഇറക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പം നടക്കാൻ പോണ കേസ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഈ സാധനത്തിൽ ഡബിൾ ക്ലിക്കും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഇപ്പോഴും ഞാൻ ചോദിക്കണം, ഈ പവർ ബട്ടൺ, ഈ ആക്ഷൻ ബട്ടണിൽ അവർക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോഴും ഒരു നെക്കിക്കഴിഞ്ഞാൽ ഒരു കമാൻഡേ ചെയ്യത്തുള്ളൂ. ഇത് അവർക്ക് വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക്, ഒന്ന് പതുക്കെ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ടെക്നോളജി അവർക്ക് ഇതിൽ യൂസ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ സാധനം ഫിംഗർ പ്രിൻറ്റ് പോലെയാണ്. അതായത് ഇത് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഇങ്ങനെ തൊടുന്നതൊക്കെ അവർ രജിസ്റ്റർ ആവുന്നുണ്ട്. ഇത് അവർക്ക് വേണമെങ്കിൽ പവർ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് ടച്ച് ID ആക്കായിരുന്നു. പക്ഷേ അതിന് പകരം ക്യാമറയ്ക്ക് വേണ്ടിയുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് പോലെ ആക്കിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച്. വളരെ തിൻ ബെസൽസാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും എടുത്ത് പറയാനായിട്ട് ഈ വർഷം ഒന്നുമില്ല. ഒന്നുമില്ല. ഈ ആക്ഷൻ ബട്ടനും പിന്നെ ഈ ഫോണിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. അത് അടുത്ത മാസമേ വരത്തുള്ളൂ. ബൈ ദ വേ എൻ്റെ കയ്യിൽ മറ്റേ ഇത് കിടക്കണമുണ്ട്. ഇതാണ് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു സാധനം, സിറി. ഇങ്ങനെ തിളങ്ങി വരും, മനസ്സിലായല്ലേ? എൻ്റെ മറ്റേ ബേറ്റ കിടക്കണമുണ്ട്. എനിക്ക്
ഈ സാധനം വരും. ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ സമ്മറി, നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ മറ്റേത്, പിന്നെ ഇനി കുറേ സാധനങ്ങൾ വരാൻ കിടപ്പുണ്ട്. മറ്റേ ഒരു സ്റ്റുഡിയോ, മറ്റേ ഈ ഗൂഗിൾ സ്റ്റുഡിയോ പോലത്തെ ഒരു സാധനമുണ്ട്, ഈ ഒരു പ്ലേ ഗ്രൗണ്ട് തോന്നുന്ന ഒരു പടമൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ അതും എല്ലാം യൂട്ടിലൈസ് ചെയ്യണം, ബിക്കോസ് അതെല്ലാം ഐ മെസ്സേജ് ഫീച്ചേഴ്സാണ് എൻഡ് ഓഫ് ദ ഡേ. ദിസ് ഫോൺ ഈസ് ഗോയിങ് ടു റാക്ക് ദ മാർക്കറ്റ്. എന്താണെങ്കിലും ഒരു ലോങ് ടേം റിവ്യൂ, ഇതിൻ്റെ ഒരു കമ്പാരിസൺ വിത്ത് 15 ഒരു കമ്പാരിസൺ ക്യാമറയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കമ്പാരിസൺ വീഡിയോയിൽ തരാം. ഇതിൽ ഞാൻ സിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഫസ്റ്റ് ഇംപ്രഷനിൽ ഒന്നുമില്ല, മാറ്റമൊന്നുമില്ല, വളരെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ ഞാൻ ബീറ്റ്സിൻ്റെ ഒരു കേസ് മേടിച്ചേട്ടാ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ബൈ ദ വേ എല്ലാ ആൾക്കാർക്കും കൂടെ ശ്രദ്ധിക്കുകയാണ്, ഇത് ഇങ്ങനത്തെ ഇതുള്ള കേസ് മേടിക്കാൻ ശ്രമിക്കുക ഏത് ഫോണിൻ്റെയും. പിക്സലിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉള്ള കേസാണ് ഞാൻ ഇട്ടേക്കണത്. അതിവിടെ പതിയും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തുറന്നിട്ട് തുടയ്ക്കണം. തുടച്ചില്ലെങ്കിൽ ഈ പാറ്റേൺ ജീവകാലം മൊത്തം ഇതിൽ പ്രിൻ്റായിട്ട് കിടക്കും, പുതിയൊരു ഡിസൈനായി മാറും. അതുകൊണ്ട് എല്ലായിടത്തും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വെൽവെറ്റ് കവറുള്ള കേസ് മേടിക്കാൻ ശ്രമിക്കുക. ആക്ഷൻ ബട്ടനൊക്കെ ഓണാവും, ഇങ്ങനെ ആക്കിയാലും നമുക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റും. കേസ് സപ്പോർട്ടീവാണ്. എനിക്ക് മറ്റേ തേർഡ് പാർട്ടിയുടെ കേസ് അറിഞ്ഞുകൂടാ, ആപ്പിളിൽ നിന്ന് മേടിക്കുന്ന കേസുകളൊക്കെ സപ്പോർട്ടീവാണ്. എടുത്ത് പറയാനായിട്ട് പിന്നെ വൈഫൈ 7 വന്നിട്ടുണ്ട്, പുതിയ 5G മോഡം അവന്മാർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ. ഇല്ല, ക്യാമറ ക്ലാരിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് വലിയ വെടിയും പുകയായിട്ടൊന്നും തോന്നിയില്ലടേ, ഒന്നുമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഇൻ ക്യാമറ. ആൻഡ് സാമ്പിൾസ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ചും കൂടെയൊക്കെ എടുത്ത് നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ കേപ്പബിലിറ്റീസിൽ ഇതിനെ വല്ല ഇന്നും ആർക്കും പറ്റൂല. ബട്ട് ക്യാമറയ്ക്ക് വേറെ പിള്ളേരുണ്ട്, വിവോ X100 പ്രോയും ഷൗമിയും S24 അൾട്രയും. S24 അൾട്രയൊക്കെ പോർട്രേറ്റാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഈ മറ്റേ മിസ്റ്റർ ഊസ്ത ബോസ് വന്ന് തള്ളണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ പറയണ വിവോരെയൊക്കെ അതിൻ്റെ ഒന്ന് സൈഡിൻ്റെ അപ്പുറത്ത് പോലും ഈ സാധനം ഒന്ന് വെക്കാൻ പോലും പറ്റൂലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങളെ ഇഷ്ടം. ഐഫോൺ ഫാൻസ് ഒരിക്കലും അത് സമ്മതിച്ച് തരില്ല. നിങ്ങൾ കണ്ടില്ലേ, ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്തില്ലേ, കുക്കടി എന്ന് പറഞ്ഞുകൊണ്ട് വരും. പിന്നെ ഈ പ്രാവശ്യം ഒരുപാട് ഫിൽറ്റേഴ്സും അത് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. ഈ പ്രാവശ്യം ഒരു ലേണിംഗ് പരിപാടി പിടിച്ചേ പറ്റുള്ളൂ. ക്യാമറയുടെ പരിപാടിയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോണിൽ പോയിട്ട് നിങ്ങൾക്കിത് കുറച്ച് നിങ്ങളുടേതായൊരു സ്റ്റൈല് പിടിച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. മനസ്സിലായി? ഇത് പഠിച്ച് ചെയ്യണം. മറ്റേ ഒരു ക്ലിക്ക് ചെയ്യുക അതല്ല. അതിന് പകരം നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് എത്ര കൺട്രോൾ ചെയ്യണം, എത്ര കൂട്ടണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോൾ ഈ പ്രാവശ്യം ഐഫോൺ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ലേണിംഗ് കർവ് എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് വെറുതെ അല്ല, നമുക്കൊന്ന് ഇരുന്ന് അതൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ എങ്ങനെയാണ്, ഏത് ഫിൽറ്റർ കൊടുക്കണം ഈ സാധനത്തിന്, അങ്ങനെയൊക്കെ ചിന്തിച്ച് എടുക്കാനായിട്ടുള്ളൊരു ഫ്രീഡം ഇവർ ഈ പ്രാവശ്യം ക്യാമറ തന്നിട്ടുണ്ട്. ആൻഡ് സെൽഫി ക്യാമറ ഈസ് ഓൾസോ ഫൈൻ. വലിയ മാറ്റമൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. ഇറ്റ്സ് എ സെയിം സ്റ്റഫ് മാൻ, സെയിം ഹാർഡ്വെയർ, സെയിം തിങ്. ചെറുതായിട്ടൊരു പ്രോസസ്സിങ്ങിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറൊന്നും. പിന്നെ സ്റ്റിൽ ഐഫോൺ ഈസ് ദ കിങ് വെൻ ഇറ്റ് കംസ് ടു വീഡിയോ. അപ്പം വീഡിയോയിൽ ഇപ്പോഴും അണ്ണം തന്നെ കിടില്ല. അപ്പോൾ എന്തിനാണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഇംപ്രഷൻ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പം ഞാൻ പോണ കേട്ടാ, ബൈ.